ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ടോപ്പിക് ബേസ് അല്ല, ഒരു റാൻഡം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയാം, നേരത്തെ ഇതുവരെ ഇട്ട വീഡിയോസിലുള്ള പോലെ ഇതൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ അങ്ങനെയുള്ള ആരുമല്ല. കുറച്ച് അനുഭവങ്ങളും അതേപോലെ വായിച്ചറിഞ്ഞതിൽ നിന്നുള്ള കുറച്ച് അറിവുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതാദ്യം തന്നെ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല. എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്ക് ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അല്ലെ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ല, എന്നെ ഒരാൾ പൈസ തന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ കുട്ടിയാണ്, അപ്പം എനിക്കൊരു ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്തേനെ, ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്തുകൂടാന്നുള്ളൊരു മൈൻഡ് വരാത്തത്? നമ്മളെപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലരിലും നമ്മൾ ഡിപ്പെൻഡായി പോകുന്നുണ്ട്. അപ്പം അത് എന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെ രീതിയിലാണേലും. എൻ്റെ ലൈഫിൽ എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായ സമയത്താണ് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഞാൻ ഭയങ്കര റിച്ചാന്നുള്ളത്. കാര്യം എനിക്കൊരാവശ്യം വന്നാൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. ഏതൊരു കാര്യത്തിനാണെങ്കിലും ബന്ധുക്കൾ, എക്സ്പെഷ്യലി ബന്ധുക്കൾ, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി തന്നെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത്, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായ സമയത്ത്, ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഇത്രയും ആൾക്കാരൊക്കെ എവിടെ? ഒറ്റ മനുഷ്യരുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആരോടും ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല. പക്ഷെ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു തിരിച്ചറിവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ആ ഒരു പോയിന്റിൽ ഒറ്റ മനുഷ്യൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതെനിക്ക് സത്യത്തിൽ ഒരു റിയലൈസേഷൻ ആയിരുന്നു. ഒരു കാര്യത്തിലും ഒരാളുടെ അടുത്തും നമ്മൾ കൈ നീട്ടാൻ നിൽക്കരുത്. അത് എന്ത് കേസിനായിക്കോട്ടെ, പൈസയുടെ കേസായിക്കോട്ടെ, ഒരു സഹായം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളാൽ കഴിയുന്ന പോലെ അത് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കും, ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറയും, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കത് നടക്കാത്തത്, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ഉള്ളവരുണ്ടാവും. അപ്പം ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതായത് ചെയ്യുന്ന കാര്യങ്ങളോടൊരു നന്ദി സൂചകം, നന്ദിയായിട്ട് പറയുക. അതിനെയാണല്ലോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് നടിയ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രയർ തന്നെ ഉണ്ടാവുക. സത്യത്തിൽ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുള്ളവരല്ല നമ്മളാണ് യൂണിവേഴ്സ് ആക്ച്വലി. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്കത് കിട്ടുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റ് എൻ്റെ സ്വന്തമാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഇന്നിപ്പോൾ പാല എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ പാല് മാത്രം വീട്ടിൽ കൊണ്ടുപോകും. അല്ലെ എനിക്ക് ഇന്നിപ്പം എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ആണ് വേണ്ടെങ്കിൽ അത് മാത്രം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അതുപോലെയാണ് യൂണിവേഴ്സിൻ്റെ കാര്യം. എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആവശ്യം പോലെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് കിട്ടും. ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫ് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, ഇപ്പം പൈസയുടെ കാര്യമാണെങ്കിൽ, എനിക്ക് ഈ ആഴ്ച എനിക്കൊരു 50,000 രൂപ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ നല്ല രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ആ പൈസ കിട്ടും, ഇനി അത് കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ. ഈ ഡൗട്ടുകൾ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഈ ഡൗട്ടുകളാണ് ഈ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങളായിട്ട് വരുന്നത്. അപ്പം ഈ ഡൗട്ടുകൾ ഒഴിവാക്കുക. എനിക്കത് കിട്ടും, എൻ്റെ കയ്യിൽ ഞാനത് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിൽ നല്ല രീതിക്ക് വിശ്വസിക്കുക. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ആ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്, സോ എനിക്കത് കിട്ടണം, അതെനിക്ക് കിട്ടും. ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്. ഇപ്പം ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. എനിക്ക് 50,000 രൂപ വേണം എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യും, എനിക്ക് 50,000 രൂപ വേണം, എനിക്ക് 50,000 രൂപ വേണം. അത് ഏത് ടെക്നിക്ക് വഴിയും വെറുതെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നമുക്ക് വേണ്ട ഒരു കാര്യം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പം ഇഷ്ടപ്പെട്ട ഒരു ജോലി, ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പൊസിഷനിൽ ഞാൻ എത്തി.
ആ എത്തിയിരിക്കുന്ന പൊസിഷനെ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു നന്ദി പറയാം. താങ്ക് യു, ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എത്താൻ കാരണം ഈ പറഞ്ഞ എല്ലാം എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്, താങ്ക് യു. ആ ഒരു രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ഓവർ എക്സ്പ്ലനേഷൻ, ഇപ്പം ചില വാതിലുകൾ അടഞ്ഞു തന്നെ ഇരിക്കും, അതങ്ങനെയാണ്. ഇപ്പം നമുക്കിപ്പോൾ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ആളുടെ അടുത്ത് ചെന്ന് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതും ഞാൻ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ പഠിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, അല്ലെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ടോ അറിയാണ്ട് സംഭവിച്ചൊരു കാര്യം ആളെന്ന് നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഓവർ എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ല, മിണ്ടാതിരിക്കുക. അതേപോലെ ട്രസ്റ്റ് ദ ടൈമിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ വീഡിയോസൊക്കെ ഇടുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആക്കുക, അതേപോലെ കുറച്ച് ഡിസിപ്ലിൻഡ് ആക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പോലും. നമുക്ക് ചിലപ്പം ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല, പക്ഷേ ഇപ്പം ഭയങ്കര വ്യൂസോ ഭയങ്കര സബ്സ്ക്രൈബേഴ്സോ കയറണമെന്നില്ല, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ തന്നെ എന്നെ ഒരു എന്താ പറയുക, ഈ കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ്. അതുപോലെ ട്രസ്റ്റ് ദ ടൈമിങ്, ഈ ചിലവർക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് എന്താ പറയുക റിസൾട്ട് ഉണ്ടാവും, ചിലർക്ക് പല രീതിയിലായിരിക്കും, മീൻസ് കുറേ തടസ്സങ്ങൾ വന്നതിന് ശേഷമായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. അപ്പം ആ ഒരു ടൈമിങ്ങിനെ നല്ല രീതിക്ക് ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് വർക്ക് ചെയ്തു അത് വിട്ട് കളയുക, അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ് ആയിരിക്കണം. എന്ത് കാര്യമായാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ കാര്യം നേടണം എന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷനും കൂടെ വേണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്കില്ലുകൾ നമ്മൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഡെയിലി ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ടൂളുകൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം ChatGPT തന്നെയുണ്ട്, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് കയറി നോക്കാം. കുറേ ഫ്രീ കോഴ്സുകളുണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ, ഒരു ബെറ്റർ മീ എന്ന നിലയിൽ അടുത്ത ദിവസത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റുമോ, ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൈൻഡ് ഓഫ് സെൽഫ് ലവ് ഒക്കെ തന്നെ വേണം പറയാം. ഇതിപ്പം ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അപ്പം ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്താലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു സ്കില്ലോ, ഇപ്പം എന്തും ആയിക്കോട്ടെ, ഇപ്പം ഒരു പുതിയ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇപ്പം എന്താ പറയുക ഹിന്ദിയിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നു, അല്ലെ അതിനെ ആ ഒരു ലാംഗ്വേജ് കുറച്ചുകൂടെ പഠിക്കുന്നു. വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, ഒരു ബുക്ക് എടുത്ത് ഒരു 10 വാക്ക് ഒരു ദിവസം പഠിച്ചാൽ മതി. അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഈ ഒരു പ്രോഗ്രസ് നമ്മൾ തന്നെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു രീതികളൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അതിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.